ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്ദം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച
നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ 2 ദിവസം ബ്രേക്കായി അല്ലേ? കുറച്ച് എന്താ പറയുക, പണികളായിരുന്നു. നമ്മുടെ ഗുരുഭായിമാരുമായിട്ടുള്ള മീറ്റിംഗ്. നിന്ന് കഴിഞ്ഞാൽ ഒരു 13, 14, 15, 16 4 ദിവസം ഉണ്ടാവില്ല. നാളെ അങ്ങാടിപ്പുറം ഒരു തളിക്ഷേത്രത്തിൽ പ്രോഗ്രാം, 14-ാം തീയതി മട്ടന്നൂർ ഒരു പ്രോഗ്രാം, 15-ാം തീയതി മൈസൂർ വരെ ഒന്ന് പോകേണ്ടതുണ്ട്. നമ്മൾ ശ്രീ ശങ്കരഭാരതി സ്വാമികളുടെ മട്ടന്നൂരിൽ നിന്ന് അടുത്താണ്, അങ്ങനെ പോയിട്ട് വരും. 16-ാം തീയതി ഇവിടെ നമ്മുടെ ആശ്രമത്തിൽ വെച്ച് നമ്മുടെ തന്നെ പാലക്കാടുള്ള ഒരു അമ്മയുടെ 80-ാം പിറന്നാൾ ആഘോഷം. ആർക്കും വരാം, വരുന്നവരുണ്ടെങ്കിൽ നേരത്തെ അറിയിക്കണമെന്ന് മാത്രം, എത്ര പേര് വരും എന്നുള്ളത്. അപ്പോൾ രാവിലെ ഒരു ചെറിയ സത്സംഗവും, പിന്നെ അമ്മയുടെ പിറന്നാളും ആഘോഷം. നളിനി മാധവൻ എന്നാണ് അവരുടെ പേര്. നമ്മുടെ 2011 മുതൽ നമ്മുടെ സ്റ്റുഡൻ്റാണ്. നാരായണീയം, ഭഗവത്ഗീത ഇതൊക്കെ നമ്മുടെ ഇന്ന് പൂർണ്ണമായി പഠിച്ചവരാണ്. അതുപോലെ ദേവി മഹാത്മ്യ തരംഗിണിയിൽ മുഴുവൻ പങ്കെടുത്തവരാണ്. ഇപ്പോൾ വീട്ടിലിരുന്ന് ഓൺലൈൻ യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ കേൾക്കുന്നു. പാലക്കാട് കുന്നത്തൂരുമേട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ അറിയിച്ചിട്ട് വന്നോളൂ. എല്ലാവർക്കും സ്വാഗതം. രാവിലെ കുറച്ച് നേരം ദേവി മഹാത്മ്യത്തിലെ പ്രധാന സ്തുതികളും വിഷ്ണു സഹസ്രനാമവും പിന്നെ കുറച്ച് സത്സംഗവും ഒക്കെ ആയിട്ട് കുറച്ച് നേരം കഴിച്ച്, പിന്നെ ശാപ്പാടിൻ്റെ സമയത്ത് ശാപ്പാടും എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് 16-ാം തീയതി ഇവിടെ വെച്ച് ആശ്രമത്തിൽ വെച്ച് 100-ലധികം പേര് പങ്കെടുക്കുന്നതാണ് കണക്കാക്കുന്നത്. അവരുടെ കെയർ ഓഫിൽ തന്നെ കുറേ പേര് വരുന്നുണ്ട്, ബന്ധുക്കളും സുഹൃത്തുക്കളും. പിന്നെ നമ്മുടെ പാലക്കാട്ടുള്ള സത്സംഗം ഗ്രൂപ്പുകളും എല്ലാം കൂടി 100-നും 150-നും ഇടയ്ക്ക് ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മുറ്റത്ത് ചെറിയൊരു പന്തലൊക്കെ ഇട്ടിട്ടാണ് പരിപാടി. വരുന്നവർക്കൊക്കെ വരാം, നേരത്തെ അറിയിക്കുമെന്ന് മാത്രം, കാരണം ഒരു കണക്കുണ്ടാവട്ടെ. അപ്പോൾ 4 ദിവസം ഇനി
ഭാഗവതജ്ഞാനഗംഗ അണകെട്ടി നിൽക്കും. ഇന്ന് നമുക്ക് വേഗം 37-ാം അധ്യായം ഭഗവാനും നാരദനുമായിട്ടുള്ള സംവാദമാണ്, അത് കാണാം. ഭാഗവതജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ദശമസ്കന്ധം 37-ാം അധ്യായം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ 37-തമോऽധ്യായः. ശ്രീശുക ഉവാച. കേശീതുകം സപ്രഹിതഖുരൈർമഹീം മഹാഹയോ നിർജരയന്മനോജവഃ സടാവദൂതാബ്രവിമാനസങ്കുലം കുറുവന്നബോഹേഷിതഭീഷിതാഖിലഃ വിശാലനേത്രോ വികടാസ്യ കോടരോ ബൃഹദ്ഗളോ നീലമഹംബുദോപമഃ ദുരാശയക്കം സഹിതം ചികീർഷുഃ വ്രജം സനന്ദസ്യ ജഗാമകമ്പയൻ. തം ത്രാസയന്തം ഭഗവാൻ സ്വഗോകുലം തദ്ഭേഷിതൈർവാലവിഘൂർണിതാംബുദം ആത്മാനമാജൗ മൃഗയന്തമഗ്രണീഃ ഉപാഹ്വയത്സ വ്യനദൻ മൃഗേന്ദ്രവത്. സതം നിശാമ്യാഭിമുഖോ മുഖേ നഖം പിബന്നിവാഭ്യാദ്രവദ അത്യമർഷണഃ ജഗാനപദ്ഭ്യാമരവിന്ദലോചനം ദുരാസദശ്ചണ്ഡജവോ ദുരത്യയഃ. തദ്വഞ്ചയിത്വാ തമധോക്ഷജോരുഷാ പ്രഗൃഹ്യദോർഭ്യാം പരിവിദ്യ പാദയോഃ സാവജ്ഞമുത്സൃജ്യ ധനുസ്സതന്തരേ യഥോരഗം താർക്ഷ്യസുതോ വ്യവസ്ഥിതഃ. സലബ്ധസംജ്ഞഃ പുനരുത്ഥിതോരുഷാ വ്യാദായ കേശീതരസാപദധ്വരിം സോപ്യസ്യ വക്ത്രേ ഭുജമുത്തരം സ്മയൻ പ്രവേശയാമാസ യദോരഗം ബിലേ. ദന്താനിപേതുർഭഗവദ്ഭുജസ്പൃശഃ തേ കേശിനസ്തപ്തമയസ്പൃശോ യദാ ബാഹുശ്ച തദ്ദേഹഗതോ മഹാത്മനോ യദാമയഃ സംവവൃധേ ഉപേക്ഷിതഃ. സമേതമാനേന സ കൃഷ്ണബാഹുനാ നിരുദ്ധവായുശ്ചരണാംശ്ച വിക്ഷിപൻ പ്രസ്വിന്നഗാത്രഃ പരിവൃത്തലോചനഃ പപാദലേണ്ഡം വിസൃജൻ ശിതൗ വ്യസുഃ. തദ്ദേഹത കർക്കടികാബലോപമാദ് വ്യസോരപാകൃഷ്യ ഭുജം മഹാഭുജഃ അവിസ്മിതോ യത്നഃ താരിരുത്സ്മയൈഃ പ്രസൂനവർഷൈർദിവിഷദ്ഭിരീഡിതഃ. ദേവർഷിരുപസംഗമ്യ ഭാഗവത പ്രവരോ നൃപ കൃഷ്ണമക്ലിഷ്ടകർമാണം രഹസ്യേ ദദഭാഷത. കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ യോഗേശ ജഗദീശ്വര വാസുദേവാഖിലവാസ സത്വതാം പ്രവര പ്രഭോ. ത്വമാത്മാ സർവഭൂതാനാം ഏകോ ജ്യോതിരിവൈദസാം ഗൂഢോ ഗുഹാശയഃ സാക്ഷി മഹാപുരുഷ ഈശ്വരഃ. ആത്മനാത്മാശ്രയഃ പൂർവം മായയാ സസൃജേ ഗുണാൻ തൈരിദം സത്യസങ്കൽപഃ സൃജസി അൽസി അവസി ഈശ്വരഃ. സത്വം ഭൂതരഭൂതാനാം ദൈത്യപ്രമഥരക്ഷസാം അവതീർണോ വിനാശായ സേതൂനാം രക്ഷണായ ച. ദിഷ്ട്യാ തേ നിഹതോ ദൈത്യോ ലീലയായം ഭയാകൃതിഃ യസ്യ ഹേഷിതസന്ത്രസ്താഃ ത്യജന്ത്യനിമിഷാദിവം. ചാണൂരം മുഷ്ടികം ചൈവ മല്ലാൻ അന്യാംശ്ച ഹസ്തിനം കംസം ച നിഹതം ദ്രക്ഷ്യേ പരശ്വോ ഹനിതേ വിഭോ. തസ്യാനുശംഖയവനമുരാണാം നരകസ്യ ച പാരിജാതാപഹരണം ഇന്ദ്രസ്യ ച പരാജയം ഉദ്വാഹം വീരകന്യാനാം വീര്യശുൽക്കാദിലക്ഷണം നൃകസ്യ മോക്ഷണം പാപാദ്വാരകായാം ജഗത്പതേ. സ്യമന്തകസ്യ ച മണേഃ
ആദാനം സഹ ഭാര്യയാ മൃതപുത്രപ്രദാനം ച ബ്രാഹ്മണസ്യ സ്വദാമതഃ പൗണ്ഡ്രകസ്യ വധം പശ്ചാത് കാശിപുര്യാശ്ച ദീപനം ദന്തവക്ത്രസ്യ നിധനം ചൈദ്യസ്യ ച മഹാക്രതൗ യാനി ചാന്യാനി വീര്യാണി ദ്വാരകാമാവസൻ ഭവാൻ കർത്താ ദ്രക്ഷ്യാമ്യഹം താനി ഗേയാനി കവിഭിർഭുവി അതതേ കാലരൂപസ്യ ക്ഷപൈഷ്ണോരമുഷ്യ വൈ അക്ഷൗഹിണീനാം നിധനം ദ്രക്ഷ്യാമി അർജുന സാരഥേഃ വിശുദ്ധ വിജ്ഞാനഘനം സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥമമോഘവാഞ്ചിതം സ്വതേജസാ നിത്യനിവൃത്തമായാ ഗുണപ്രവാഹം ഭഗവന്തമീമഹി ത്വാമീശ്വരം സ്വാശ്രയമാത്മമായയാ വിനിർമ്മിതാശേഷവിശേഷകൽപ്പനം ക്രീഡാർത്ഥമധ്യാപ്തമനുഷ്യവിഗ്രഹം നതോസ്മി ദുര്യം യദുവൃഷ്ണിസാത്വതാം. ശ്രീശുക ഉവാച ഏവം യദുപതിം കൃഷ്ണം ഭാഗവത പ്രവരോ മുനിഃ പ്രണിപത്യാഭ്യനുജ്ഞാതോ യയൗ തദ്ദർശനോത്സവഃ ഭഗവാനപി ഗോവിന്ദോ ഹത്വാ കേശിനമാഹവേ പശൂൻ അപാലയത് പാലൈഃ പ്രീതൈർവ്രജസുഖാവഹഃ ഏകദാ തേ പശൂൻ പാലാഃ ചാരയന്തോദ്രിസാനുഷു ചക്രുർനിലായന ക്രീഡാശ്ചോരപാലാപദേശതഃ തത്രാസൻ കതിചിച്ചോരാഃ പാലാശ്ച കതിചിന്നൃപ മേഷായിദാശ്ച തത്രൈകേ വിജഹ്രുരകുതോ ഭയാഃ മയപുത്രോ മഹാമായോ വ്യോമോ ഗോപാലവേഷദൃക് മേഷായിദാൻ അപോവാഹ പ്രായശ്ചോരായിതോ ബഹൂൻ ഗിരിധര്യാം വിനിക്ഷിപ്യ നീതം നീതം മഹാസുരഃ ശിലയാ പിദധേ ദ്വാരം ചതുഃപഞ്ചാവശേഷിതാഃ തസ്യ തത്കർമ്മ വിജ്ഞായ കൃഷ്ണഃ ശരണദഃ സദാം ഗോപാൻ നയന്തം ജഗ്രാഹ വൃകം ഹരിരിവൗജസാ സ നിജം രൂപമാസ്ഥായ ഗിരീന്ദ്രസദൃശം ബലി ഇച്ഛൻ വിമോക്തുമാത്മാനം നാശക്നോദ്ഗ്രഹണാതുരഃ തം നിഗൃഹ്യാച്യുതോ ദോർഭ്യാം പാതയിത്വാ മഹീതലേ പശ്യതാം ദിവി ദേവാനാം പശുമാരം അമാരയത് ഗുഹാവിധാനം നിർഭിദ്യ ഗോപാൻ നിസ്സാര്യ കൃത്സ്രതഃ സ്തൂയമാനസുരൈർഗോപൈഃ പ്രവിവേശ സ്വഗോകുലം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ വ്യോമാസുരവദോ നാമ സപ്തത്രിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ദശമസ്കന്ധം 37-ാം അധ്യായം. അതിലെ ആദ്യ ഭാഗം കേശിവധം എന്നുള്ളതായിരുന്നു 9 ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിച്ചത്. കംസനാൽ പ്രേരിതനായിട്ടുള്ള കേശി എന്ന അസുരൻ ശക്തനായിട്ടുള്ള അസുരനാണ്. അദ്ദേഹം കുതിരയുടെ രൂപത്തിലാണ് വന്നത്. അദ്ദേഹം ഗോകുലത്തെ ആക്രമിക്കുന്നതും ഭയങ്കരമായിട്ട് കുളമ്പുകളെ കൊണ്ട് ഭൂമി പിളർന്നുകൊണ്ട് തൻ്റെ സടാകേസരങ്ങളെ കൊണ്ട് മേഘങ്ങളെയെല്ലാം തട്ടിത്തെറിപ്പിക്കുന്ന പോലെ അത്രയും വലിയ ശരീരത്തോടു കൂടെ അത് ആ കുതിരയുടെ ശബ്ദം, അട്ടഹാസ ശബ്ദങ്ങൾ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള വരവ് വന്നതായിട്ടുള്ള സമയത്ത് ഭഗവാൻ തന്നെ ആ കേശിയുടെ മുമ്പിൽ ചാടി വീണ് അവനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. അപ്പോൾ പാഞ്ഞു വന്ന കേശി കാലുകൾ കൊണ്ട് ഭഗവാനെ ചവിട്ടിയപ്പോൾ ഭഗവാൻ 2 കാലുകളും പിടിച്ച് ചുഴറ്റി അങ്ങോട്ട് പിന്നിലേക്ക് എറിഞ്ഞു. 18 വിൽപ്പാട് ദൂരം പോയി വീണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് മോഹാലസ്യം തെളിഞ്ഞ്
ഭഗവാന്റെ നേരെ വായും പൊളിച്ച് പാഞ്ഞു വന്നതായിട്ടുള്ള സമയത്ത് ഭഗവാൻ തൻ്റെ നീണ്ട ഹസ്തം, ആ ഭുജദണ്ഡം അവൻ്റെ വായിലേക്ക് തള്ളിക്കയറ്റി കൊടുത്തു. ഭഗവാനെ കടിച്ച അവൻ്റെ പല്ലുകളൊക്കെ വലിയ ഇരുമ്പിൻ്റെ ചൂടാക്കിയതായിട്ടുള്ള ഇരുമ്പ് കടിച്ചതുപോലെ പല്ലൊക്കെ തെറിച്ചു പോയി കുറേ. അങ്ങനെ ശ്വാസം മുട്ടാൻ തുടങ്ങി. അവന് വായിൽ തള്ളിക്കേറിയതായിട്ടുള്ള ഈ കൈകൊണ്ട് അതിനെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും ഭഗവാൻ സമ്മതിച്ചില്ല. അങ്ങനെ ശ്വാസം മുട്ടിയാണ് അവൻ വീണത് എന്ന് പറഞ്ഞു. മരിച്ചു വീണു. പ്രാണരോധനം കൊണ്ട് വലിയ ശരീരത്തോടുകൂടി നിറയെ കക്കരിക്ക പൊളിച്ച പോലെയുള്ളതായിട്ടുള്ള വായ രണ്ടായി പിളർന്നുകൊണ്ടുള്ള അവൻ്റെ രൂപത്തെയൊക്കെ വർണ്ണിച്ചു. അങ്ങനെ ഭഗവാൻ പിന്നെ അവൻ്റെ വായിൽ നിന്ന് കൈ വലിച്ചെടുത്തു എന്നും കണ്ടവരായിട്ടുള്ള ദേവന്മാരടക്കം ഭഗവാനെ സ്തുതിച്ചു, പുഷ്പവൃഷ്ടി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് 9 ശ്ലോകങ്ങളെ കൊണ്ട് കേശിവധം എന്നുള്ളത് വർണ്ണിച്ചത്. അതിനുശേഷം നാരദന്റെ വരവ് വർണ്ണിച്ചു. ദേവർഷി ഉപസംഗമ്യ ഭാഗവത പ്രവരോ നൃപ കൃഷ്ണമക്ലിഷ്ടകർമാണം രഹസ്യേതഭാഷക. ഭാഗവത പ്രവരനായിട്ടുള്ള ആ ദേവർഷി നാരദൻ ഭഗവാനെ അക്ലിഷ്ടകർമാണം കൃഷ്ണമുപസംഗമ്യ, ഭഗവാന് ഒരു കർമ്മവും ക്ലിഷ്ടമുള്ളതല്ല, അനായാസമായി ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്ന ആളാണ് ഈ കൃഷ്ണനായി വന്നിരിക്കുന്നത്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. അപ്പൊ പിന്നെ ഭഗവാൻ ഏതെങ്കിലും കർമ്മം ക്ലേശമുള്ളതുണ്ടാകുമോ? അതുകൊണ്ട് തന്നെ എന്തും അക്ലിഷ്ടമായി ചെയ്യുന്ന ആ ഭഗവാനടുത്തേക്ക് ദേവർഷി വന്നുകൊണ്ട് രഹസ്യത്തിൽ എന്നുവെച്ചാൽ കൃഷ്ണനും താനും മാത്രമായി ഈ കാര്യങ്ങളെ പറഞ്ഞു. ഭഗവാനെ ആദ്യം സ്തുതിക്കുകയാണ്. ഭഗവാന്റെ നാമങ്ങൾ തന്നെ ഭഗവാന്റെ വിശേഷണങ്ങളെ സൂചിപ്പിക്കുന്നു. കൃഷ്ണ കൃഷ്ണ അപ്രമേയാത്മൻ യോഗേശ ജഗദീശ്വര വാസുദേവ അഖിലാവാസ സാത്വതാം പ്രവര പ്രഭോ. ഈ ശ്ലോകത്തിന്റെ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി കണ്ടു. അത് കഴിഞ്ഞും ഭഗവാൻ തന്നെയാണ് നിർഗുണ നിരാകാരമായിട്ടുള്ള ആ ബ്രഹ്മം എന്നും പരബ്രഹ്മമെന്നും അതേ പരബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചത്തിന്റെ കാരണം എന്നും അല്ലേ? പ്രപഞ്ചമില്ലാത്തപ്പോൾ ശുദ്ധമായിട്ടുള്ള ബ്രഹ്മമായിരിക്കുന്നു, പ്രപഞ്ചമുള്ളപ്പോൾ അതിന് കാരണമായിരിക്കുന്ന മായാസഹിതമായിരിക്കുന്ന സഗുണബ്രഹ്മമായിരിക്കുന്നു, നാരായണനായിരിക്കുന്നു. പിന്നീട് അതേ ബ്രഹ്മം തന്നെയാണ് ത്രിമൂർത്തികളായി അതിൽ വിഷ്ണുവായി പരിപാലനാദികൾ ചെയ്യുന്നതും എന്നെല്ലാം വർണ്ണിച്ചു. ത്വമാത്മാ സർവഭൂതാനാം ഏകഃ ജ്യോതിരിവൈദസാം ഗൂഢോ ഗുഹാശയ സാക്ഷി മഹാപുരുഷ ഈശ്വര. അങ്ങ് സർവഭൂതാനാം ആത്മാ ഏകഃ, സകല ചരാചരങ്ങളുടെയും അസ്തിത്വം ആത്മാ അങ്ങാകുന്നു. അങ്ങ് പലതില്ല, പല ആത്മാക്കളില്ല. അനേക ഇന്ധനങ്ങളിൽ അഗ്നി ഒന്നാണ്. ഇന്ധനങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിലും അതിലൊക്കെ പ്രകാശിക്കുന്ന അഗ്നി ഒരു തത്വമാണ്. അതാണ് ജ്യോതിരിവ ഏതസാം ഏകഃ. ഗൂഢഃ ഗുഹാശയഃ, അങ്ങ് എല്ലാറ്റിലും ഗൂഢനായി ഗുഹാശയനായി മറഞ്ഞിരിക്കുന്നു. സാക്ഷിയാണ് എല്ലാറ്റിനും, മഹാപുരുഷനാണ്, എല്ലാറ്റിൻ്റെയും നിയന്താവായ ഈശ്വരനാണ്. അങ്ങ് തന്നെ ആത്മാശ്രയ സ്വാശ്രയ, ആരെയും ആശ്രയിക്കാതെ സ്വതന്ത്രനായി താൻ തന്നെ തന്നാൽ തന്നെ തന്റെ തന്നെ മായ എന്നുള്ള ശക്തി കൊണ്ട് ഗുണാൻ സസൃജേ, ഗുണങ്ങളെ സർജിച്ചു. ഗുണങ്ങൾ തന്നെയാണ് 24 തത്വങ്ങൾ, പ്രകൃതി തത്വങ്ങൾ. ആ പ്രകൃതി തത്വങ്ങളെ കൊണ്ട് സത്യസങ്കൽപ്പനായ അങ്ങ് തൈഹി ഇതം സൃജസി, ഇവയെ സൃഷ്ടിക്കുന്നു. ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുകയും അൽസി അതിനെ ഭക്ഷിക്കുകയും അഥവാ സംഹരിക്കുകയും ആവസി അതിനെ അവനം ചെയ്യുകയും അതാ രക്ഷിക്കുകയും ചെയ്യുന്ന ഈശ്വരനാകുന്നു. സത്വം ഭൂതരഭൂതാനാം ദൈത്യ പ്രമദരക്ഷസാം അവതീർണോ വിനാശായ സേതൂനാം രക്ഷണായ ച. അങ്ങനെയുള്ള അങ്ങ് സഹത്വം ആ അവസി എന്ന് പറഞ്ഞതിനെ പരിപാലനം ചെയ്യുന്നതിന് വേണ്ടി ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുവാനായിക്കൊണ്ട് ഭൂതരഭൂതാന, ഭൂതരന്മാരെന്നാൽ ഭൂമിയെ ധരിക്കുന്നവർ രാജാക്കന്മാർ,
ഭൂമി പാലകന്മാർ, ആ രാജാക്കന്മാരായി ഭവിച്ചിരിക്കുന്ന ദൈത്യന്മാര്, പ്രമദന്മാര്, രക്ഷസ്സുകൾ എന്ന് പറഞ്ഞാൽ ദുഷ്ടശക്തികൾ. ആ ദുഷ്ടശക്തികളാണ് ഇപ്പോൾ രാജാക്കന്മാരായി വന്നിരിക്കുന്നത്. അവരുടെ വിനാശായ അവതീർണ, അവരെ നശിപ്പിക്കാനായിക്കൊണ്ട് അങ്ങ് അവതരിച്ചിരിക്കുന്നു. സേതൂനാം രക്ഷണായ, ധർമ്മസേതുക്കളുടെ രക്ഷണത്തിനായിക്കൊണ്ട്, അഥവാ ലോകമര്യാദയെ പരിപാലിക്കാനായിക്കൊണ്ട്, ഈ ലോകത്തിന്റെ നിലനിൽപ്പ് ഭഗവാന്റെ ആ ധർമ്മം എന്നുള്ളതായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടാണ്, അതിനെ രക്ഷിക്കാനായിക്കൊണ്ടും ഭഗവാനിത അവതരിച്ചിരിക്കുന്നു എന്ന് ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി 15 മുതൽക്കുള്ള ശ്ലോകങ്ങൾ കാണാം. ദിഷ്ട്യാ തേ നിഹതോ ദൈത്യോ ലീലയായം ഹയാകൃതിഃ യസ്യ ഹേഷിതസന്ത്രസ്താഃ ത്യജന്ത്യനിമിഷാദിവം. ദിഷ്ട്യാ തേ നിഹതോ ദൈത്യോ ലീലയായം ഹയാകൃതിഃ യസ്യ ഹേഷിതസന്ത്രസ്താഃ ത്യജന്ത്യനിമിഷാദിവം. നാരദൻ ഭഗവാനെ സ്തുതിക്കുന്നത് തുടരുകയാണ്. ഭഗവാൻ ആരാണെന്നുള്ളത് തനിക്കറിയാം, ഭഗവാനും അറിയാം. എങ്കിലും ഭഗവാനെ ഓർമ്മിപ്പിക്കുകയോ അല്ലെങ്കിൽ തനിക്കറിയാമെന്നുള്ള രഹസ്യത്തെ പുറത്താക്കുകയോ ആണ്. ഭഗവാൻ വന്നത് ഇങ്ങനെ വൃന്ദാവനത്തിൽ തന്നെ പശുക്കളെയും മേച്ച് കളിക്കാനുള്ളതല്ല. ഇവിടെ മാത്രം കഴിച്ചു കൂട്ടിയാൽ പോരാ. ഈ കൃഷ്ണാവതാരം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാനുണ്ട്. ഭൂമിയുടെ ഭാരം തീർക്കലാണ് ഇതിന്റെ മുഖ്യ ദൗത്യം. അതിന് കംസാദി ദുഷ്ടന്മാരെ വധിക്കേണ്ടതുണ്ട്. അതിനിവിടെ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ രക്ഷയില്ല, വൈകരുത്. അതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ആരാണെന്ന് വീണ്ടും വീണ്ടും ഭഗവാനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രേരിപ്പിക്കുകയാണ് ഇവിടെ നാരദൻ. അപ്പോൾ തുടരുകയാണ്. ദിഷ്ട്യാതേ നിഹതോ ദൈത്യോ ലീലയാ അയം ഹയാകൃതിഃ. ഇപ്പോൾ നടന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കണം. ഈ നാരദൻ വരുന്നതിന് തൊട്ടു മുമ്പാണ് കേശി വധം നടന്നത്. അപ്പൊ കേശി വധിക്കപ്പെട്ടത് അതിനെക്കുറിച്ചാ പറയണം. അയം ഹയാകൃതിഃ ദൈത്യ. അയം ഹയാകൃതിഃ, ഈ കുതിരയുടെ ആകൃതിയിൽ വന്നതായിട്ടുള്ള ദൈത്യൻ, അവൻ ലീലയാ നിഹതഃ തേ നിഹതഃ, ലീലയ ക്രീഡയായിട്ട് അനായാസേന തേ നിഹതഃ, അങ്ങയാൽ കൊല്ലപ്പെട്ടു. നാരദനത് ആകാശത്തുനിന്ന് കണ്ടിട്ടുണ്ടാവാം അല്ലേ? മറ്റ് ദേവന്മാരുടെ കൂട്ടത്തിൽ സാക്ഷിയായിട്ട് ഭഗവാൻ കേശിയെ വധിക്കുന്നത് കണ്ടു നിന്നിട്ടുണ്ടാവാം. അല്ലെങ്കിലും അദ്ദേഹം ത്രികാലജ്ഞാനി ആയതുകൊണ്ട് അദ്ദേഹത്തിന് കണ്ടില്ലെങ്കിലും അറിയാം. എല്ലാം ത്രികാലജ്ഞാനി ആയതുകൊണ്ട് ചലച്ചിത്രം പോലെ ലോകത്തിൽ നടക്കുന്നതെല്ലാം അദ്ദേഹത്തിന് ഉൾക്കണ്ണുകൊണ്ട് കാണാം. അപ്പൊ അതുകൊണ്ട് അയം ദൈത്യ ഹയാകൃതിഃ ലീലയാ തേ നിഹതഃ, അങ്ങ് വളരെ തമാശയായിട്ടാണ് അവനെ കൊന്നുകളഞ്ഞത്. കാരണം അങ്ങേക്കിതൊക്കെ എന്ത്, എത്ര നിസ്സാരം. ദിഷ്ട്യ എന്ന് പറയുന്നത്, ദിഷ്ട്യ എന്ന് പറഞ്ഞാലോ ഭാഗ്യം. ഭാഗ്യം ആരുടെ ഭാഗ്യം? ജനങ്ങളുടെ ഭാഗ്യം, സജ്ജനങ്ങളുടെയൊക്കെ ഭാഗ്യം. അവർക്ക് ആപത്ത് ഉണ്ടാക്കുന്നവനാണ് ആര്? ഈ ദുഷ്ടൻ. അപ്പൊ എല്ലാവരുടെയും ഭാഗ്യം കൊണ്ട് അങ്ങ് അവനെ കൊന്നുകളഞ്ഞു. ഈ ഹയം, ഈ കേശി എങ്ങനെയുള്ളവനാണ് എന്ന് ഒന്നുകൂടെ വിശേഷിപ്പിക്കുകയാണ്. യസ്യ ഹേഷിത സന്ത്രസ്താഹ അനിമിഷാഹ ദിവം ത്യജന്തി. യസ്യ ഏതൊരുവന്റെ, ഏതൊരു കേശിയുടെ ഹേഷിത സന്ത്രസ്താഹ, ഹേഷിതം എന്ന് പറഞ്ഞാൽ കുതിരയുടെ കരച്ചിൽ, അട്ടഹാസം. ആ കുതിരയുടെ നിലവിളിയുടെ ആ ശബ്ദം കേട്ടിട്ട് സന്ത്രസ്താഹ അനിമിഷാഹ, അനിമിഷാഹ ദേവാഹ, നിമേഷം ചെയ്യാത്തവർ, കണ്ണടയ്ക്കാത്തവർ എന്നർത്ഥം. കണ്ണടയ്ക്കാത്തവരാണ് ദേവന്മാര്, അതുകൊണ്ട് അവരെ അനിമിഷന്മാരെന്ന് പറയുന്നു. അപ്പൊ നിമേഷാഹ ദിവം ത്യജന്തി, ദേവലോകം വിട്ട് ഓടിപ്പോണു. അപ്പൊ കേശി ദേവലോകത്തിന്റെ അടുത്ത് കൂടെ എവിടെയെങ്കിലും പോയിട്ട് അയാളുടെ ഈ ശബ്ദം ഒന്ന് ഉണ്ടാക്കിയാൽ മതി, ഈ ഗർജനം ഒന്ന് ചെയ്താൽ മതി, ആ കുതിരയുടെ കരച്ചിൽ ഹേഷിതം. അത് കേട്ടാൽ തന്നെ ദേവന്മാര് ദേവലോകം വിട്ട് പ്രാണനും കൊണ്ട് പായും. അപ്പൊ ദേവന്മാർക്കൊക്കെ ഗർജനം കൊണ്ട് തന്നെ ഭരണഭീതി ഉണ്ടാക്കുന്ന അത്രയും ശക്തനാണ്, ദുഷ്ടനാണ് ഈ കേശി എന്നുള്ള അസുരൻ. ആ അസുരൻ ഭഗവാനാൽ കൊല്ലപ്പെട്ടത് എങ്ങനെ? ലീലയാ. എത്ര ലീലയായിട്ടാണ് എന്ന്. അപ്പൊ അതിലൂടെ ഭഗവാൻ ആരാണ്? ദേവാദിദേവനാണ്.
ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നായകനാണ്, നാഥനാണ്, എല്ലാവരുടെയും രക്ഷകനാണ്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഇപ്പോൾ ദേവന്മാർ പോലും ഇവന്റെ ശബ്ദം കേട്ടാൽ പമ്പ കടക്കുന്ന, ഭയപ്പെടുന്ന ആ ശക്തനായ കേശിയെ അങ്ങ് ലീലയായിട്ട് വധിച്ചു കളഞ്ഞല്ലോ. അല്ലേ? ലീലയായി തന്നെയാണ് നമ്മൾ കണ്ടു. വെറുതെ കയ്യൊന്ന് വായിലേക്ക് തിരികെ കൊടുത്തേ ഉള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. അവനിങ്ങനെ വായും പൊളിച്ച് പാഞ്ഞു വന്നു, കയ്യിനെ ഉള്ളിലേക്ക് തള്ളിക്കൊടുത്തു. വേറെ എന്തെങ്കിലും ചെയ്തോ ചോദിച്ചാൽ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ അവൻ ചവിട്ടാൻ വന്നപ്പോൾ കാലിനെ പിടിച്ച് പുറകിലോട്ടൊന്ന് തള്ളി. അവൻ 18 വിൽപ്പാട് ദൂരേക്ക് മറിഞ്ഞു വീണു, മോഹാത്സ്യപ്പെട്ടു. രണ്ടാം പ്രാവശ്യം അവൻ എഴുന്നേറ്റ് വന്ന് വായും പൊളിച്ച് വന്നപ്പോൾ വായിലേക്ക് കൈയൊന്ന് തള്ളിക്കൊടുത്തു. അത്രേ ഉണ്ടായുള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ല. വെറും ഡിഫൻസ് മാത്രമേ ഭഗവാൻ ചെയ്തിട്ടുള്ളൂ, ഒഫൻസീവായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അല്ലേ? അങ്ങോട്ട് അഗ്രഷൻ ഒന്നും കാണിച്ചിട്ടില്ല. അത്രേ, താങ്ങാനില്ല, അവന് താങ്ങാൻ വയ്ക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. അപ്പം അങ്ങേക്ക് ഈ കേശിയൊക്കെ എന്ത്? അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന അസുരന്മാരും അങ്ങയെ സംബന്ധിച്ച് നിസ്സാരന്മാരാണെന്നുള്ള ആത്മവിശ്വാസം ഭഗവാന് ഉണ്ടാക്കാൻ എന്ന മട്ടില്, അല്ലെങ്കിൽ ഭഗവാൻ അത് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ പാടില്ല. ഭഗവാൻ ആള് ഭയങ്കരനാണല്ലോ. ഭഗവാനോട് നേരിട്ട് നാരദൻ പറയണ, അതെ അങ്ങ് നാളെ ചെന്ന് മധുരാപുരിയിൽ ചെന്ന് ചാണൂര മുഷ്ടികന്മാരെയും കംസനെയൊക്കെ കൊല്ലണം എന്ന് പറയുമ്പോൾ ഭഗവാൻ അഭിനയിക്കും നന്നായിട്ട്. അയ്യോ ഞാനോ? അയ്യോ, ഞാൻ ഇവിടെ ഇങ്ങനെ പശുക്കുട്ടികളെ മേച്ച് നടക്കുന്ന ആളല്ലേ, എന്നെ കൊണ്ടാവോ ഈ ഭയങ്കരന്മാരായിട്ടുള്ള മല്ലന്മാരെയൊക്കെ കൊല്ലാൻ എന്നൊക്കെ ചിലപ്പോൾ ഭഗവാൻ കള്ളത്തരം പറയും. അത് പറയാതിരിക്കാനാണ് മുൻകൂട്ടി നാരദൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലേ? നമ്മുടെ വാമന ഭഗവാൻ മഹാബലിയുടെ അടുത്ത് പോയിട്ട് മുൻകൂട്ടി അവനായിട്ട് കുറെ പുകഴ്ത്തിയില്ലേ? അവന് ദാനം തരില്ല എന്ന് പറയാൻ, ഏതെങ്കിലും തരത്തിൽ ഒഴിഞ്ഞു മാറാൻ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അവനെ കമ്മിറ്റഡ് ആക്കിയില്ലേ? അഭിമാനമുള്ളവനാക്കിയില്ലേ? പിന്തിരിയാൻ പറ്റാത്ത രീതിയിൽ അവന് ആത്മവിശ്വാസവും ആത്മാഭിമാനവും അഹങ്കാരവും ഒക്കെ വളർത്തിയില്ലേ? അപ്പൊ പിന്നെ അവന് പിന്തിരിയാൻ പറ്റൂ. അപ്പോൾ അതുപോലെ ഇവിടെ നാരദന്റെയും നയം അതാണ്. ഭഗവാനെ ഒരിക്കലും ഭഗവാൻ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാക്കാൻ പാടില്ല. ഭഗവാൻ അതൊക്കെ ചെയ്യണം. അതിന് ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്ന് സർവജ്ഞനായിട്ടുള്ള നാരദന് നന്നായിട്ട് അറിയാം. അപ്പോൾ നാരദൻ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം പറയുന്നത് എന്ന് താല്പര്യം. അറിയുന്നവർക്ക് അറിയാം. അറിയാത്ത മൂഢന്മാർ ഇപ്പോഴും കൃഷ്ണനെ എന്തോ ഒരു നിസ്സാരനായിട്ടും ഗോപാലനായിട്ടും അധർമ്മങ്ങൾ പ്രവർത്തിച്ച ഒരാളായിട്ടും, ഇല്ലേ, എന്തൊക്കെയോ കട്ടെടുത്തവനായിട്ടും, വെണ്ണക്കള്ളൻ, വസ്ത്രക്കള്ളൻ, മറ്റു പലതും കട്ടവൻ എന്നുള്ള രീതിയിൽ കൃഷ്ണനെ മൂഢന്മാര് എന്തൊക്കെയോ പറയുന്നു. പക്ഷെ അറിയുന്നവർക്കറിയാം കൃഷ്ണൻ ആരാണെന്ന്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ച് പറയണം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഭഗവാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് നാരദൻ പറയാൻ പോകണം. നാരദനാര ത്രികാലജ്ഞാനിയാണ്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. ഭഗവാൻ എന്ന് വിളിക്കുന്നത് സർവജ്ഞനായതുകൊണ്ടാണ്, ത്രികാലജ്ഞനായതുകൊണ്ടാണ്. ആ കാര്യങ്ങളാണ് ഇവിടെ നാരദൻ പറയുന്നത്. ചാണൂരം മുഷ്ടികം ചൈവ മല്ലാൻ അന്യാംശ്ച ഹസ്തിനം കംസം ച നിഹതം ദ്രക്ഷ്യേ പരശ്വോഹനിതേ വിഭോ. ചാണൂരം മുഷ്ടികം ചൈവ മല്ലാൻ അന്യാംശ്ച ഹസ്തിനം കംസം ച നിഹതം ദ്രക്ഷ്യേ പരശ്വോഹനിതേ വിഭോ. വിഭോ എന്ന് തന്നെ വിളിക്കണം. അല്ലയോ സമർത്ഥ, സർവസാമർഥ്യവുമുള്ളവനെ, ശക്തനായിട്ടുള്ളവനെ, ഭഗവാനെ, വിഭോ. പരശ്വഹ അഹനി. പരശ്വഹ എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ എന്നർത്ഥം. ശ്വഹ നാളെ, പരശ്വഹ മറ്റന്നാൾ, അഹനി എന്ന് പറഞ്ഞാൽ പകൽ അല്ലെങ്കിൽ ദിവസം. അപ്പൊ മറ്റന്നാൾ പകല് പരശ്വേ അഹനി അന്ന് എന്ത് ചെയ്യും? ചാണൂരം മുഷ്ടികം ചെയ്യവ അന്യാൻ മല്ലാൻ ച ഹസ്തിനം കംസം ച തേ നിഹതം ദ്രക്ഷ്യേ.
അഹം ദ്രക്ഷ്യേന, ഞാൻ കാണും, ഉറപ്പാണ്. എന്ത് കാണും? നിഹതം ദ്രക്ഷ്യേ, കൊല്ലപ്പെട്ടതായിട്ട് കാണും. ആരാൽ കൊല്ലപ്പെട്ടതായിട്ട് കാണും? തേ ഭവതാ എന്നർത്ഥം, ത്വയാ എന്നർത്ഥത്തിലാണ് ഇവിടെ തേ, അങ്ങയാൽ നിഹനിക്കപ്പെട്ടതായിട്ട് ഞാൻ കാണും. ആരൊക്കെ? ലിസ്റ്റാണ്. ചാണൂരം, മുഷ്ടികം, അന്യാഞ്ച മല്ലാൻ, ഹസ്തിനം, കംസം. വലിയൊരു ലിസ്റ്റ് കൊടുത്തു. മധുരാപുരിയിൽ വെച്ച് മറ്റന്നാൾ പരശ്വഹ അഹനി ചാണൂരം മുഷ്ടികം ച ഏവ. ചാണൂരൻ, മുഷ്ടികൻ എന്നിങ്ങനെയുള്ള രണ്ട് പ്രധാന മല്ലന്മാരും അന്യാൻ മല്ലാൻച്ച്, അവരുടെ സഹായികളായിട്ടുള്ള മറ്റ് മല്ലന്മാരും, അവരുടെ കൂടെയുള്ളതായിട്ട് 4-5 മല്ലന്മാർ പ്രമുഖന്മാരുണ്ട്, അവരെയും അതുപോലെ തന്നെ ഹസ്തിനം, ഹസ്തി എന്ന് പറഞ്ഞാലോ ആന, വലിയ തുമ്പിക്കൈയുള്ളതുകൊണ്ട് അതിന് ഹസ്തി എന്ന് പേര്. അപ്പോ ആ കുവലയാപീഠം എന്ന ആനയെയും കൊല്ലപ്പെട്ടതായിട്ട് ഞാൻ കാണും എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴേ കാണുന്നുണ്ട്, എനിക്ക് ഭാവി കാണാൻ കഴിയും. ഐ ക്യാൻ സീ. ഹസ്തിനം കംസം ച, കംസനെയും, അങ്ങയുടെ അമ്മാവനായ കംസനെയും തേ നിഹതം ദ്രക്ഷ്യേ, അങ്ങയാൽ കൊല്ലപ്പെട്ടതായിട്ട് ഞാൻ കാണും. ഞാൻ കാണും അഥവാ ഞാൻ ഇപ്പൊ തന്നെ കാണുന്നു എന്നർത്ഥം. അപ്പോൾ നോക്കൂ, ഇപ്പൊ എവിടെയായിരിക്കണത്? ഗോകുലത്തില്, വൃന്ദാവനത്തില്. മധുരാപുരി എവിടെയോ കിടക്കുന്നു. ആ മധുരാപുരിയിലേക്ക് നാരദൻ പറയണ്, അങ്ങ് താമസിയാതെ മധുരാപുരിയിൽ എത്തുകയും മറ്റന്നാൾ തന്നെ ഇവരുടെയൊക്കെ വധം നടക്കുകയും ചെയ്യും. അപ്പൊ 2 ദിവസമേ വേണ്ടൂ. നാളെ അല്ലേ അക്രൂരന്റെ കൂടെയുള്ള യാത്രയാണ്. ഇന്ന് അക്രൂരൻ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നാരദൻ ഈ ഭഗവാനെ കണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ രഥത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ്? അക്രൂരൻ. അന്ന് ആ ദിവസം രാവിലെ എഴുന്നേറ്റ് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കംസൻ കൊടുത്തയച്ച രഥത്തില് വന്നുകൊണ്ടിരിക്കുകയാണ് വൃന്ദാവനത്തിലേക്ക്, എവിടുന്ന്? മധുരാപുരിയിൽ നിന്ന്. പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് കൃഷ്ണനെ കാണുക എന്നുള്ള ദിവാസ്വപ്നം അല്ലെങ്കിൽ മനോരഥം കണ്ടുകൊണ്ട് പതുക്കെയാണ് വരുന്നത്. വളരെ വേഗത്തിൽ ഓടിച്ചു വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം എടുത്ത് വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഗോകുലത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ആ അക്രൂരന്റെ ആഗമനം ഉടനെ ഉണ്ടാവും, വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നാളെ രാവിലെ നേരം പുലരുന്നതിന് മുമ്പേ തന്നെ രാമകൃഷ്ണന്മാരെയും കൂട്ടി മധുരാപുരിയിലേക്ക് പോകും. നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ എത്തും. നാളെ വൈകുന്നേരമാണ് ധനുർഭഞ്ജനമൊക്കെ കൃഷ്ണൻ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നേരത്തെയാണ് കുവലയാപീഠ വധവും മല്ല യുദ്ധത്തിൽ മല്ലന്മാരെ വധിക്കുന്നതും കംസനെ വധിക്കുന്നതും. ഇതൊക്കെ വിത്തിൻ നോ ടൈം എല്ലാം സംഭവിക്കുമെന്ന് ആര് കാണുന്നു? നാരദ മഹർഷി കാണുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു ത്രികാലജ്ഞാനം, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭഗവാൻ നാരദ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അങ്ങേക്ക് നിസ്സാരമാണെന്ന് വിഭോ എന്നുള്ള സംബോധന കൊണ്ട് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. കേശിയെ നിസ്സാരമായി കൊന്ന അങ്ങയ്ക്ക് ഈ കാര്യങ്ങളും വിഭോ സർവസമർത്ഥനായിരിക്കുന്ന അങ്ങയ്ക്ക് ഒന്നുമല്ല എന്ന മട്ടില് പറയുകയാണ്. അപ്പോ ചാണൂരം മുഷ്ടികം ചൈവ മല്ലാൻ അന്യാംശ ഹസ്തിനം കംസം ച നിഹതം ദ്രക്ഷി പരശ്വോ അഹനി തേ വിഭോ. ഇനി അതിനെ തുടർന്ന് പിന്നെ ഭഗവാൻ ചെയ്യുന്നതായിട്ടുള്ള മറ്റ് ലീലകൾ, അദ്ദേഹത്തിന്റെ അവതാര ദൗത്യം തുടരുന്നതിനെ കുറിച്ചും വർണ്ണിക്കുകയാണ് നാരദൻ. തസ്യാനുശംഖയവനമുരാണാം നരകസ്യ ച പാരിജാതാപഹരണം ഇന്ദ്രസ്യ ച പരാജയം ഉദ്വാഹം വീരകന്യാനാം വീര്യശുൽക്കാദിലക്ഷണം നൃഗസ്യ മോക്ഷണം ശാപാത് ദ്വാരകായാം ജഗത്പതേ. തുടരുന്നുണ്ട്. നമുക്ക് ഈ 2 ശ്ലോകങ്ങൾ ആദ്യം നോക്കാം. തസ്യാനുശംഖയവനമുരാണാം നരകസ്യ ച പാരിജാതാപഹരണം ഇന്ദ്രസ്യ ച പരാജയം ഉദ്വാഹം വീരകന്യാനാം വീര്യശുൽക്കാദിലക്ഷണം
നൃഗസ്യ മോക്ഷണം ശാപദ്വാരകായാം ജഗൽപതേ. തസ്യ അനു എന്ന് പറഞ്ഞാലോ അതിനുശേഷം, ആഫ്റ്റർ ദാറ്റ്, ഏതിനു ശേഷം? ചാണൂര മുഷ്ടിക കംസാദികളെ വധിച്ചതിന് ശേഷം പിന്നീട് പലതും നടക്കും. അതിലെല്ലാം ഒന്നും വർണ്ണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട പലതും നാരദൻ എടുത്തു പറയുകയാണ്, അല്ലേ? കംസവധം കഴിഞ്ഞാൽ അച്ഛനമ്മമാരെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കും, ഉഗ്രസേനനെ രാജാവായി വാഴിക്കും, പിന്നീട് നന്ദനെ തിരിച്ച് നാട്ടിലേക്ക് അയക്കും, ഗോകുലത്തിലേക്ക് അയക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം എന്താ പറയുക, ഗർഗമഹർഷിയാൽ ഉപനയനം ചെയ്യപ്പെട്ട് രാമകൃഷ്ണന്മാർ സാന്ദീപനി ഗുരുകുലത്തിൽ പോയി വിദ്യാഭ്യാസം ചെയ്യും. അതൊന്നും മുഴുവൻ പറയുന്നില്ല, അവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തസ്യ അനു അതിനുശേഷം ശംഖയവന മുരാണാം നരകസ്യ വധം, കുറച്ച് അസുരന്മാരുടെ വധമാണ് പറയുന്നത്. ശംഖ രൂപത്തിലുള്ള അസുരൻ ആരാണ്? പഞ്ചജനൻ എന്ന് പറയുന്ന അസുരൻ. ആ പഞ്ചജനൻ എന്ന അസുരനെ വധിക്കുന്നത് എപ്പോഴാണ്? ഗുരുദക്ഷിണ കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലേ? ഗുരുവിന്റെ സാന്ദീപനിയുടെ പുത്രൻ യമലോകത്ത് പോയിരുന്നു. ആ കുട്ടി പോയത് പ്രഭാസ തീർത്ഥത്തിലാണ്. ആ പ്രഭാസ തീർത്ഥത്തിൽ ഈ പഞ്ചജനൻ എന്ന ശംഖരൂപിയായിട്ടുള്ള അസുരനാണ് ഈ കുട്ടിയെ ആദ്യം വിഴുങ്ങിയത്. പിന്നീട് അത് നിമിത്തമായിട്ട് ആ കുട്ടി യമലോകത്ത് എത്തിച്ചേർന്നു. അപ്പോൾ ഭഗവാൻ പ്രഭാസ തീർത്ഥത്തിൽ അന്വേഷിച്ചു എന്ന് ഈ പഞ്ചജനൻ എന്ന അസുരനെ വധിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ശംഖവധം. ശംഖൻ എന്നാൽ പഞ്ചജനൻ. അങ്ങനെ പഞ്ചജനന്റെ ശംഖാണ് പാഞ്ചജന്യം. അതുപോലെ യവനൻ എന്നുള്ളത് നമ്മുടെ ജരാസന്ധൻ ആക്രമിക്കുന്ന കാലത്ത് 18ാമത്തെ പ്രാവശ്യം ജരാസന്ധൻ ആക്രമിക്കുമ്പോൾ പിന്നാലെ പുറത്തുനിന്ന് വരുന്നൊരു ശക്തനായിട്ടുള്ള ഒരാളാണ് യവനൻ. 3 കോടി സൈന്യവുമായിട്ട് മധുരാപുരിയെ ആക്രമിക്കാൻ വരുന്നത്. അപ്പോൾ ആ യവനനെ ഭഗവാൻ എങ്ങനെയാ കൊല്ലുന്നത്? താൻ നേരിട്ടല്ല, മുചുകുന്ദനെ കൊണ്ട്, അല്ലേ? അതൊക്കെ കഥയിൽ വരാനിരിക്കുന്നു. മുചുകുന്ദന്റെ ഉറങ്ങുന്ന ഗുഹയിലേക്ക് ഭഗവാൻ ഇരുട്ടത്ത് യവനനെ ആകർഷിച്ചു കൊണ്ടുപോയി. മുചുകുന്ദൻ കണ്ണു തുറന്നപ്പോൾ യവനൻ ഭസ്മം. അപ്പം അങ്ങനെ യവന വധം എല്ലാം ഭഗവാൻ നിമിത്തമായിട്ട്, അല്ലെങ്കിൽ ഭഗവാൻ തന്നെയാണ്. അതുപോലെ മുരാണാം എന്ന് പറയുന്നത്, മുരൻ എന്നാൽ മുരാസുരൻ, നരകാസുരന്റെ കാവൽക്കാരൻ, നരകാസുരന്റെ സേനാനായകനൊക്കെ ആയിരിക്കുന്ന ശക്തനായ മുരാസുരൻ ആ കോട്ട കാവൽക്കാരനാണ്. അപ്പൊ മുരാസുരനെ വധിക്കും. അതുപോലെ നരകാസുരനെ വധിക്കും, അല്ലേ? ആ നരകാസുരനെ വധിച്ച് ഇന്ദ്രന്റെ അമ്മയുടെ അതിഥിയുടെ കുണ്ടലങ്ങളും വരുണന്റെ ഛത്രവും എല്ലാം തിരിച്ചെടുത്ത് കൊണ്ടുപോയി സ്വർഗത്തിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വരുന്ന വഴിക്കാണ് സത്യഭാമയ്ക്ക് ഒരു പാരിജാത വൃക്ഷം വേണമെന്ന് പറഞ്ഞത്. അതാണ് പാരിജാതാപഹരണം. പാരിജാത വൃക്ഷം അവിടുന്ന് അപഹരിച്ചു സത്യഭാമയ്ക്ക് വേണ്ടി. അപ്പോഴോ ഇന്ദ്രൻ യുദ്ധത്തിന് വന്നു. പൊട്ടനായിട്ടുള്ള ഇന്ദ്രൻ ഇപ്പോ തനിക്ക് സഹായം ചെയ്തേ ഉള്ളൂ ഭഗവാൻ. അത് കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. തന്റെ അപമാനം മാറ്റിയിട്ടും തിരിച്ചു പോകുന്ന അതേ ഭഗവാനോട് വിഡ്ഢിയായിട്ടുള്ള ഇന്ദ്രൻ യുദ്ധത്തിന് ചെന്നു. അപ്പോൾ ഇന്ദ്രസ്യ പരാജയം. ആ ഇന്ദ്രനെ ഭഗവാൻ നിസ്സാരമായി പരാജയപ്പെടുത്തി പാരിജാതം കൊണ്ടുപോവുകയും ചെയ്തു, അല്ലേ? അതാണ്. അപ്പോൾ ആ കഥകളൊക്കെ അവിടെ തൊട്ടു പറഞ്ഞു നൃത്തം വരാനിരിക്കുന്ന ഭാവിയിൽ ഭഗവാൻ ചെയ്യാനിരിക്കുന്ന കർമ്മങ്ങളെ നാരദൻ പറയുകയാണ്. തസ്യാനുശംഖയവനമുരാണാം നരകസ്യ ച പാരിജാതാപഹരണം ഇന്ദ്രസ്യ ച പരാജയം ഉദ്വാഹം വീരകന്യാനാം വീര്യശുൽക്കാദിലക്ഷണം. പിന്നീട് വീര്യശുൽക്കാദിലക്ഷണം, വീര്യശുൽക്കം മുതലായ ലക്ഷണത്തോടു കൂടിയ വീരകന്യാനാം ഉദ്വാഹം, അനേക വീരകന്യകമാരെ ഭഗവാൻ ഉദ്വാഹം ചെയ്തു, വിവാഹം ചെയ്തു. എങ്ങനെ? വീര്യശുൽക്കം മുതലായ ലക്ഷണങ്ങളിലൂടെ. എന്നുവെച്ചാൽ വീര്യം തന്നെ ശുൽക്കമായി കൊടുക്കുക, പ്രതിഫലമായി കൊടുക്കുക, അല്ലേ? അന്നുകാലത്ത് രാജകുമാരിമാരെ ഭരിക്കാനായിട്ട് മത്സരങ്ങൾ വെച്ചിരുന്ന ആ മത്സരങ്ങളിലെല്ലാം ഭഗവാൻ വിജയിച്ച് തന്റെ വീര്യം പ്രകടിപ്പിച്ചു, താൻ വീരനാണെന്ന് തെളിയിച്ചു. അന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന സർവ ക്ഷത്രിയന്മാരും പരാജയപ്പെട്ടെടുത്ത്, അല്ലേ? എത്ര പ്രഗത്ഭന്മാരായിട്ട് ക്ഷത്രിയന്മാരൊക്കെ ആ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ വന്നു.
അവരൊക്കെ ഈ വീര്യത്തിൽ അവരുടെ വീര്യം പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. രുക്മിണി സ്വയംവരത്തിൽ പ്രഗത്ഭന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ജയിച്ചിട്ടാണ് ഭഗവാൻ രുക്മിണിയെ അപഹരിച്ചുകൊണ്ട് വന്നത്. അതുപോലെ തന്നെ സത്യ എന്ന് പറയുന്ന കോസല രാജകുമാരിയെ ജയിക്കാനായിക്കൊണ്ട് 7 കാളകളെ ഒറ്റയ്ക്ക് ബന്ധിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മറ്റു രാജാക്കന്മാരെ ആക്രമിച്ചു. അവരെയൊക്കെ അർജുനന്റെ നേതൃത്വത്തിൽ ഭഗവാൻ പരാജയപ്പെടുത്തി. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ലക്ഷ്മണയുടെ വിവാഹം നമ്മുടെ പാഞ്ചാലി സ്വയംവരം പോലെ യന്ത്രത്തിൽ കറങ്ങുന്നതായിട്ടുള്ള ഒരു മത്സ്യത്തെ താഴെ ജലാശയത്തിൽ നിഴലിൽ നോക്കി അമ്പെയ്ത് വീഴ്ത്തലാണ്. അതിൽ കർണാദികൾ, അർജുനാദികൾ, ദുര്യോധനാദികൾ എല്ലാവരും പരാജയപ്പെട്ടിടത്താണ് ഭഗവാൻ മാത്രമാണ് അവിടെ ലക്ഷ്യം ഭേദിച്ച് വിജയിച്ച് ലക്ഷ്മണയെ വിവാഹം കഴിച്ചത്. അപ്പൊ ഇങ്ങനെ ഓരോ ആളുകളെയും തന്റെ വീര്യം പ്രകടിപ്പിച്ച് അതുതന്നെ ശുൽക്കമായി കൊടുത്ത് വിവാഹം കഴിച്ചു. അതാണ് വീരകന്യാനാം ഉദ്വാഹം വീര്യശുൽക്കാദി ലക്ഷണം. വീര്യശുൽക്കം നൽകിക്കൊണ്ട് അവരെ വിവാഹം കഴിച്ചു. അങ്ങനെ 16,008 പേരെ വിവാഹം കഴിച്ചതും നൃഗസ്യ മോക്ഷണം ശാപാത് ദ്വാരകായാം ചകൽപതേ. പിന്നീട് ഭഗവാൻ മധുരാപുരിയിൽ നിന്ന് ദ്വാരകയിലേക്ക് എത്തുന്ന ആര് പറയണമെന്ന് നാരദൻ പറഞ്ഞു കഴിഞ്ഞു. ദ്വാരക വെള്ളത്തിൽ കിടക്കുകയാണ്. അപ്പം അല്ലേ, വെള്ളത്തിൽ കിടക്കുന്നതായിട്ടുള്ള ദ്വാരകയെ ഭഗവാൻ ഉദ്ധരിക്കും. വിശ്വകർമാവിനെ കൊണ്ട് പുനർനിർമ്മിച്ച് അതിനെ ഉയർത്തി നല്ലൊരു പട്ടണമായി പണിത് അതിലാണ് തൻ്റെ ഗൃഹസ്ഥ ആശ്രമ ജീവിതം. അപ്പോ അതാണ് ദ്വാരകായാം മൃഗസ്യ ശാപാത് മോക്ഷണം. ജഗൽപതേ എന്ന് ഭഗവാനെ തന്നെ സംബോധന ചെയ്യണം. അല്ലയോ ജഗത്തിന്റെ നാഥനായിരിക്കുന്ന അങ്ങയ്ക്ക് ഇതെല്ലാം എത്ര നിസ്സാരം എന്ന് സൂചിപ്പിക്കുകയാണ്. ഉദ്വാഹം വീരകന്യാനാം വീര്യശുൽക്കാദിലക്ഷണം നൃഗസ്യ മോക്ഷണം ശാപാദ്വാരക. നൃഗനെ മോചിക്കും. നൃഗൻ എന്നത് ഇക്ഷ്വാകു വംശത്തിലൊരു രാജാവായിരുന്നു എന്നും അദ്ദേഹം ഒരു ബ്രാഹ്മണന്റെ പശുവിനെ അപഹരിച്ചതിന് തുല്യമുള്ള പ്രവൃത്തി ചെയ്തതുകൊണ്ട് ആ പാപത്താൽ ഓന്തായി തീർന്നു എന്നും ആ ഓന്ത് വലിയൊരു ഓന്തായിരുന്നു. അവിടെ യാദവകുമാരന്മാർ കളിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഓന്തിനെ കണ്ട് അവർ രക്ഷിക്കാൻ നോക്കിയിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കൃഷ്ണനെ അറിയിച്ചു. കൃഷ്ണൻ വന്ന് സ്പർശിച്ചു. കൃഷ്ണൻ വന്ന് സ്പർശിച്ചപ്പോഴാണ് ആ ഓന്ത് അതിന്റെ തനി നിറം കാണിച്ചത്. എന്തായിരുന്നു തനി നിറം? മൃഗന്റെ നിറം അല്ലേ. അപ്പോ ആ മൃഗരാജാവാണ് താനെന്ന് ഭഗവാനോട് പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുന്നു. അതാണ് നൃഗസ്യ മോക്ഷണം ശാപാത്. അപ്പോ ഇങ്ങനെ സ്യമന്തകസ്യ ചമണേഹ ആദാനം സഹ ഭാര്യയാ മൃതപുത്ര പ്രദാനം ച ബ്രാഹ്മണസ്യ സ്വധാമതഃ. സ്യമന്തകസ്യ ചമണേഹ ആദാനം സഹ ഭാര്യയാ മൃതപുത്ര പ്രദാനം ച ബ്രാഹ്മണസ്യ സ്വധാമതഃ. ഇവിടെ സ്യമന്തകസ്യ മണേഹേ ആദാനം. സ്യമന്തകം എന്ന മണിയെ ആദാനം വീണ്ടെടുത്തു വന്നു ഇവിടുന്ന് ജാമ്പവാന്റെ കയ്യിൽ നിന്ന് അല്ലേ. നമ്മുടെ സത്രാജിത്തിന്റെ സമന്തകമണി പ്രസേനൻ കഴുത്തിൽ കെട്ടിക്കൊണ്ടുപോയി സിംഹത്തെ വധിച്ച് ജാമ്പവാൻ കൊണ്ടുപോയിരുന്നു. അപ്പൊ ജാമ്പവാന്റെ കയ്യിൽ നിന്ന് സമന്തകമണിയെ തിരിച്ചു കൊണ്ടുവന്നതും അപ്പോ കൂടെ എന്തുണ്ടായി? മറ്റൊരു മണിയെയും കൂടി കൊണ്ടുവന്നു. അതാണ് ജാമ്പവതി. അതാണ് സഹഭാര്യയാ. ജാമ്പവതി എന്ന ഭാര്യയോടുകൂടി സമന്തകമണിയെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ജാമ്പവതി വിവാഹം. അതിനോട് ചേർത്ത് സത്യഭാമയുടെ വിവാഹവും വായിക്കാവുന്നതാണ് അല്ലേ. സഹഭാര്യ എന്നുള്ളത് ജാമ്പവത്യാ ഭാര്യ, സത്യഭാമയാ ഭാര്യ, രണ്ടും ചേർത്ത് വായിക്കാം. മൃതപുത്ര പ്രദാനം ച ബ്രാഹ്മണസ്യ സ്വധാമതഃ. ബ്രാഹ്മണസ്യ മൃതപുത്ര പ്രദാനം. ആ ബ്രാഹ്മണന്റെ മൃതപുത്രനെ പ്രദാനം ചെയ്തു തിരിച്ചു കൊണ്ടുവന്നു. അവിടെ ബ്രാഹ്മണസ്യ മൃതപുത്ര പ്രദാനം എന്നുള്ളത് കൊണ്ട് സാന്ദീപനേഹെ ബ്രാഹ്മണസ്യ
മൃതപുത്ര പ്രധാനം, മരിച്ചുപോയ മകനെ തിരിച്ചു കൊണ്ടുവന്നു. സ്വധാമത, ഇവിടെ സ്വധാമം എന്ന് പറഞ്ഞാൽ തൻ്റെ സ്ഥാനത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ യമാദി ദേവന്മാരൊക്കെ തന്നെ ഭഗവാന്റെ വിഭൂതികളാണ്, അവരുടെ ലോകത്തിൽ നിന്ന് എന്നും എടുക്കാം. മറ്റൊരർത്ഥത്തിൽ സ്വധാമത ബ്രാഹ്മണസ്യ വൃതപുത്ര പ്രധാനം എന്നുള്ളത് സന്താന ഗോപാലൻ കഥയും ആകാം. 2 പ്രാവശ്യം ഭഗവാൻ ബ്രാഹ്മണന്റെ പുത്രന്മാരെ തിരിച്ചു കൊണ്ടുവരും. ഇവിടെ സ്വധാമത എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് വൈകുണ്ഠത എന്ന് എടുക്കുന്നതാണ് ഉത്തമം. ഭഗവാന്റെ ധാമം വൈകുണ്ഠമാണ് അല്ലേ? അപ്പോൾ വൈകുണ്ഠത ബ്രാഹ്മണസ്യ മൃതപുത്രാനാം ആനയനം, മരിച്ചുപോയ കുട്ടികളെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ 2 കഥയും അവിടെ ഇൻക്ലൂഡ് ചെയ്തു. ഭാവിയെ പ്രവചിച്ചതാണ് ആര്? നാരദൻ എന്ന ദൈവജ്ഞൻ. പൗണ്ഡ്രകസ്യ വധം പശ്ചാത് കാശിപുര്യാശ്ച ദീപനം ദന്തവക്ത്രസ്യ നിധനം ചൈദ്യസ്യ ച മഹാക്രതൗ. പൗണ്ഡ്രകസ്യ വധം പശ്ചാത് കാശിപുര്യാശ്ച ദീപനം ദന്തവക്ത്രസ്യ നിധനം ചൈദ്യസ്യ ച മഹാക്രതൗ. പൗണ്ഡ്രകസ്യ വധം, പൗണ്ഡ്രകൻ എന്നൊരു വാസുദേവന്റെ അല്ലേ, സ്വയം വാസുദേവൻ എന്ന പേരായിരുന്നു, അദ്ദേഹം പൗണ്ഡ്രകൻ എന്നറിയപ്പെട്ടിരുന്നു. ഭഗവാന്റെ വേഷം കെട്ടി നടന്നിരുന്ന ആ പൗണ്ഡ്രക വാസുദേവനെ ഭഗവാൻ വധിച്ചു. ആ പൗണ്ഡ്രകന്റെ കൂട്ടുകാരനായ കാശിരാജാവിനെയും വധിച്ചു. ആ കാശിരാജാവിന്റെ മകൻ ദ്വാരകയിലേക്ക് ഒരു കൃത്തികയെ അയച്ചു. അപ്പോൾ സുദർശനം കൊണ്ട് ആ കൃത്തികയെയും കാശിപുരിയെയും ഭഗവാൻ നശിപ്പിച്ചു. ആ കഥയാണ് പശ്ചാത് കാശിപുര്യാശ്ച ദീപനം, കാശിപുരിയുടെ ദീപനവും അതിനെ ജ്വലിപ്പിച്ച് ദഹിപ്പിക്കലും. ദന്തവക്ത്രസ്യ നിധനം ചൈദ്യസ്യ ച മഹാക്രതൗ. മഹാക്രതൗ എന്ന് പറഞ്ഞാൽ രാജസൂയേ. അപ്പം മഹാക്രതൗ, മഹാക്രതു എന്ന് പറഞ്ഞാൽ വലിയ യാഗം. ഏതാ വലിയ യാഗം? രാജസൂയം. അതിനേക്കാൾ വലിയൊരു യാഗമില്ല. അപ്പൊ രാജസൂയം എന്നുള്ള യാഗത്തിൽ വെച്ച് ചൈദ്യനെ വധിച്ചു. ചൈദ്യൻ ശിശുപാലൻ, ചേതി രാജാവ് അല്ലെങ്കിൽ ചേതി രാജാവിന്റെ മകൻ, ദമഘോഷസുധൻ. അപ്പൊ ചേതി രാജാവായ ശിശുപാലനെ മഹാക്രതുവിൽ വധിച്ചു. അതിന് അനന്തരമാണ് ദന്തവക്ത്രൻ എന്ന ആ ഭഗവാന്റെ തന്നെ അച്ഛൻ പെങ്ങളുടെ മകനാണ്. ശിശുപാലനും അച്ഛൻ പെങ്ങളുടെ മകനാണ്, മറ്റൊരച്ഛൻ പെങ്ങളുടെ മകൻ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ തന്നെ ബന്ധുക്കളായിരിക്കുന്ന കസിൻസ് ആയിരിക്കുന്ന ശിശുപാലനെയും ദന്തവക്ത്രനെയും ഒക്കെ ഭഗവാൻ വധിച്ചു കളയുന്നതിനെ കുറിച്ചും സൂചിപ്പിച്ചു. ഒക്കെ അസുര അംശന്മാരാണല്ലോ. നമ്മുടെ ഹിരണ്യാക്ഷ ഹിരണ്യകശിപുക്കളും രാവണ കുംഭകർണന്മാരുമായിരുന്ന ജയവിജയന്മാർ തന്നെയാണ് ചൈദ്യ ദന്തവക്ത്രന്മാർ. അപ്പൊ അവരെയൊക്കെ വധിച്ചു കളയുന്ന കാര്യം പറഞ്ഞു. ഇനി യാനി ചാന്യാനി വീര്യാണി ദ്വാരകാം ആവസൻ ഭവാൻ കർത്താ ദ്രക്ഷ്യാമ്യഹം താനി ഗേയാനി കവിഭിർഭുവി. യാനി ചാന്യാനി വീര്യാണി ദ്വാരകാമാവസൻ ഭവാൻ കർത്താ ദ്രക്ഷ്യാമ്യഹം താനി ഗേയാനി കവിഭിർഭുവി. അങ്ങ് ദ്വാരകാം ആവസൻ ഭവാൻ, ദ്വാരകയിൽ വസിച്ചുകൊണ്ട് അങ്ങ് കവിഭിഹി ഗേയാനി അന്യാനി യാനി വീര്യാണി ഭുവി കർത്താ താനി അഹം ദ്രക്ഷ്യാമി. അപ്പോ അങ്ങ് ദ്വാരകയിൽ വസിച്ചുകൊണ്ട് കവിഭിഹി ഗേയാനി, ഭാവിയിൽ ഇനിയും വരുന്ന കവികളാൽ ഗാനം ചെയ്യപ്പെടാൻ പോകുന്നതായിട്ടുള്ള അന്യാനി യാനി വീര്യാണി കർത്താ, അന്യങ്ങളായ ഏതേത് വീര്യങ്ങളെ ഏതേത് പ്രവൃത്തികളെ അങ്ങ് ചെയ്യുമോ, കർത്ത എന്നുള്ളത് ഫ്യൂച്ചർ, അങ്ങ് ചെയ്യുമോ, താനി അഹം ദ്രക്ഷ്യാമി, താനി അവയെയും ഞാൻ കാണും. അപ്പൊ അങ്ങനെ ഭാവിയിൽ ദ്വാരകയിൽ വസിച്ചുകൊണ്ട് എന്തെല്ലാം അത്ഭുത കർമ്മങ്ങൾ ചെയ്യുന്നുവോ അവയെല്ലാം ഞാൻ കാണും. അതെല്ലാം കവികളാൽ ഗാനം ചെയ്യപ്പെടുകയും ചെയ്യും. അതെല്ലാം കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവും. അങ്ങ് ഒരുപാട് ഗംഭീര കർമ്മങ്ങൾ ചെയ്യും എന്ന് പറയാം. അദതേ കാലരൂപസ്യ
ക്ഷപയിഷ്ണോരമുഷ്യ വൈ അക്ഷൗഹിണീനാം നിധനം ദ്രക്ഷ്യാമി അർജുന സാരഥേഃ. അദതേ കാലരൂപസ്യ ക്ഷപയിഷ്ണോരമുഷ്യ വൈ അക്ഷൗഹിണീനാം നിധനം ദ്രക്ഷ്യാമ്യർജുന സാരഥേഃ. അഥ അതുപോലെ അനന്തരം അമുഷ്യ ക്ഷപയിഷ്ണോ കാലരൂപസ്യ തവ. അമുഷ്യ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞു. ഇവിടെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ, ക്ഷപയിഷ്ണു എന്ന് പറഞ്ഞാൽ ഈ അസുരവംശത്തിൻ്റെ, ഭൂമിക്ക് ഭാരഭൂതന്മാരായിരിക്കുന്ന അസുരവംശത്തെ ക്ഷയിപ്പിക്കുവാൻ ഇച്ഛിക്കുന്നവൻ. അതാണ് ക്ഷപയിഷ്ണു എന്ന് പറഞ്ഞാൽ ക്ഷയിതും ഇച്ചു, ക്ഷപയിതും ഇച്ചു. ഭൂമിഭാരത്തെ ക്ഷയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവനായിട്ടുള്ള അങ്ങ് ആരാണ്? കാലരൂപനാണ്. കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധ എന്ന് വിശ്വരൂപത്തിലൂടെ അർജുനന് കാണിച്ചു കൊടുത്തു. അപ്പൊ കാലരൂപസ്യ, കാലസ്വരൂപനായ അർജുന സാരഥേഹേ തേ, അർജുന സാരഥിയായിരിക്കുന്ന അങ്ങയുടെ പാർത്ഥസാരഥിയായി അങ്ങ് അക്ഷൗഹിണീനാം നിധനം ദ്രക്ഷ്യാമി വൈ. അക്ഷൗഹിണീനാം നിധനം, അനേക അക്ഷൗഹിണികൾ, 11ഉം 7ഉം 18 അക്ഷൗഹിണികൾ, 40 ലക്ഷത്തോളം ആളുകളുടെ നിധനം, നാശം, മരണം, അവയുടെ വധത്തെ അഹം ദ്രക്ഷ്യാമി വൈ, ഞാൻ തീർച്ചയായിട്ടും കാണും, എനിക്ക് സംശയമൊന്നുമില്ല. അല്ലേ? ജ്യോതിഷന്മാർ പറയുന്ന പോലെ തൊട്ടും തൊടാതെയും പറയല്ല. ചില ജ്യോതിഷന്മാർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. അവർ പറയും സംഭവിക്കും. അവർക്ക് നല്ല ആ വീക്ഷണം, ഉറച്ച വീക്ഷണമായിരിക്കും അവർക്ക്. അവർ പറയുകയും ചെയ്യും, പറഞ്ഞതുപോലെ ഫലിക്കുകയും ചെയ്യും. വേറെ ചിലർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ അവർ തൊട്ടും തൊടാതെയും പറയും. ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഗുളികൻ്റെ ഒരു ഇത് സാന്നിധ്യമൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യും. അല്ലേ? ഇവിടെ ദൈവജ്ഞനായിട്ടുള്ള അഥവാ ത്രികാലജ്ഞനായിട്ടുള്ള നാരദ മഹർഷിയെ സംബന്ധിച്ച് ഉറപ്പിച്ചാ പറയണം, ഞാൻ കാണും, വൈ എന്നത് ഉറപ്പാണ്. അതതേ കാലരൂപസ്യ ക്ഷപയിഷ്ണോരമുഷ്യ വൈ അക്ഷൗഹിണീനാം നിധനം ദ്രക്ഷ്യാമ്യർജുന സാരഥേഃ. ഭഗവാന്റെ ഭാവിയെക്കുറിച്ച് എന്തൊക്കെയാ ചെയ്യാൻ പോകണമെന്ന് ഏകദേശമൊക്കെ സൂചിപ്പിച്ചതിന് ശേഷം 2 ശ്ലോകങ്ങളെ കൊണ്ട് ഇനി ഭഗവാനെ സ്തുതിച്ച് നമസ്കരിക്കുകയാണ് നാരദൻ ചെയ്യുന്നത്. അതാണ് 23ഉം 24ഉം ശ്ലോകം. വിശുദ്ധ വിജ്ഞാനഘനം സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥമമോഘവാഞ്ചിതം സ്വതേജസാ നിത്യനിവൃത്തമായ ഗുണപ്രവാഹം ഭഗവന്തമീമഹി. വിശുദ്ധ വിജ്ഞാനഘനം സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥമമോഘവാഞ്ചിതം സ്വതേജസാ നിത്യനിവൃത്തമായ ഗുണപ്രവാഹം ഭഗവന്തമീമഹി. ഇവിടെ ഭഗവാനെ സ്തുതിച്ച് ഈമഹി, ഈമഹി എന്ന് പറഞ്ഞാല് പ്രാപിക്കുന്നു എന്നാണ്. ഈണ് ഗതൗ എന്നുള്ള ധാതുവിന്റെ രൂപാന്തരമാണ്. ഞാൻ ഗമിക്കുന്നു, ഞാൻ പ്രാപിക്കുന്നു. എന്ത്? ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. ആരെ? ഭഗവന്തം, ഭഗവാനായ അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. അപ്പൊ നാരദൻ തന്നെ ശരണം പ്രാപിക്കുകയാണ്. ഭഗവാൻ തന്നെയാണ് അങ്ങ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയെ ശരണം പ്രാപിക്കുകയാണ്. അപ്പോൾ ഭഗവാനെ എന്തൊക്കെ കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്? വിശുദ്ധ വിജ്ഞാനഘനം. അങ്ങ് എങ്ങനെയുള്ളവനാണ്? സാന്ദ്രാനന്ദാവബോധാത്മകം. വിശുദ്ധ വിജ്ഞാനഘനം. വിശുദ്ധം എന്ന് പറഞ്ഞാൽ നിർമ്മലം, പരിശുദ്ധം, കലർപ്പില്ലാത്തത്, കേവലം. എന്ത്? വിജ്ഞാനഘനം. വിജ്ഞാനം മാത്രം ഘനീഭവിച്ചത്, കോൺസെൻട്രേറ്റഡ്. അപ്പോൾ അങ്ങ് വെറും പരിശുദ്ധമായ ശുദ്ധമായ ചൈതന്യമൂർത്തിയാണ്. കലർപ്പില്ലാത്ത, രണ്ടില്ലാത്ത പരിശുദ്ധമായ ചൈതന്യമൂർത്തിയാണ്. ശുദ്ധ ചൈതന്യമാണ് അങ്ങ് എന്നർത്ഥം. ചൈതന്യം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, പ്രജ്ഞാനം ബ്രഹ്മ. അങ്ങ് ആ ജ്ഞാനസ്വരൂപനാണ്. പിന്നെ സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥം. സമാപ്ത സർവാർത്ഥം,
സർവ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്വയം എന്തെങ്കിലും ഒരു അർത്ഥം പ്രയോജനം ഭഗവാനുണ്ടോ എന്തെങ്കിലും ചെയ്യുന്നതിൽ? സമാപ്തം. ഒരു പ്രയോജനവുമില്ല ഭഗവാന്. എന്തുകൊണ്ട്? സ്വസംസ്ഥയാ, സ്വസ്മിൻ സംസ്ഥയാ, തൻ്റെ സ്വരൂപത്തിൽ പൂർണ്ണതയിൽ ആത്മസ്വരൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ട്, നിഷ്ഠയുള്ളത് കൊണ്ട്, അച്യുതനായതുകൊണ്ട്, പരിപൂർണനായതുകൊണ്ട് ഒന്നിൻ്റെയും കുറവില്ല. എല്ലാ അർത്ഥങ്ങളും സമാപ്തം. അതാണ് സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥം. ഈ ലോകത്തില് ഭഗവാന് ഒന്നും നേടാനും നഷ്ടപ്പെടാനും ഇല്ല. എല്ലാം പ്രാപിച്ചു കഴിഞ്ഞവനാണ്. എങ്ങനെ? സ്വരൂപത്തെ പ്രാപിച്ചതിലൂടെ. എങ്ങനെ? എല്ലാം സ്വരൂപമായതുകൊണ്ട്. തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? അത് ഭഗവാന് ഓൾറെഡി ഈ എല്ലാം സർവാത്മഭാവമാണ് ഭഗവാൻ. അപ്പൊ ഈ ലോകത്തിൽ തന്നിൽ നിന്ന് അന്യമായിട്ട് താൻ ഇനി പ്രാപിക്കേണ്ടതായിട്ട് ഒന്നും ഇല്ല. നമ്മുടെ കയ്യിലുള്ളതിനെ ഏതിനെങ്കിലും നമ്മൾ ആഗ്രഹിക്കുമോ? എനിക്കൊരു 5 വിരലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുമോ? ഇപ്പം എൻ്റെ വിരലിനൊന്നും ഒരു കുഴപ്പമില്ല. വിരലില്ലാത്തവനായിരുന്നുവെങ്കിൽ ആഗ്രഹിച്ചു പോകും. കഷണ്ടിക്കാരാഗ്രഹിച്ചു പോകും. എൻ്റെ തലയിൽ കുറച്ച് മുടി ഉണ്ടായിരുന്നെങ്കിൽ. തലയിൽ നിറച്ച് മുടിയുള്ളവർക്ക് ആഗ്രഹിക്കേണ്ടതുണ്ടോ? അല്ലേ? അപ്പോൾ ഇങ്ങനെ എല്ലാം നിറഞ്ഞിരിക്കുന്നവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒന്നിൻ്റെയും കുറവില്ല. അപ്പോൾ ഭഗവാനെ സംബന്ധിച്ച് പരിപൂർണനാണ്. അതാണ് സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥം. ഭഗവാന് തന്നിൽ തന്നെ പൂർണ്ണതയിലിരിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും സമാപിച്ചിരിക്കുന്നു, കർത്തവ്യങ്ങളില്ല. അതാ ഭഗവാൻ ഗീതയിൽ പറയുന്നത്, നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്തയേവ ച കർമ്മണി. ഭഗവാനെ സംബന്ധിച്ച് ത്രിഷു ലോകേഷു കിഞ്ചന കർത്തവ്യം നമേ പാർത്ത അസ്തി. 3 ലോകങ്ങളിലും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. കാരണം എന്നാ? അനവാപ്തം, പ്രാപിക്കാത്തതായിട്ടൊന്നുമില്ല. ആപ്തവ്യം, പ്രാപിക്കേണ്ടതായിട്ടും ഒന്നുമില്ല. എല്ലാം ആപ്തകാമനാണ് ഭഗവാൻ. എങ്കിലും ഞാനിങ്ങനെ ലീലയായിട്ട് തമാശയായിട്ട് ലോകസംഗ്രഹത്തിനായിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. കാരണം ആളുകളൊക്കെ എന്നെ നോക്കിയിരിപ്പാണ്. ഞാൻ പ്രവർത്തിച്ചില്ലെങ്കിൽ അവരും മടിയന്മാരാവും. യദി ഹ്യഹം ന വർത്തേയം ജാതുകർമ്മണ്യതന്ത്രിതഃ മമ പത്മാനുവർത്തന്തേ മനുഷ്യാഃ പാർത്ഥ സർവശഃ ഉത്സീദേയുരിമേ ലോകാഃ ന കുര്യാം കർമ്മചേദഃ സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമിമാ പ്രജാഃ. അപ്പോൾ ഞാൻ പ്രവർത്തിക്കാതിരുന്നാൽ ഈ മൂഢജനങ്ങൾ എന്നെ അനുകരിച്ച് എല്ലാവരും മടിയന്മാരായി പോകും. എന്നാൽ അവരൊന്നും പൂർണ്ണകാമന്മാരല്ല. അപ്പോൾ അവരുടെ കാമം ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് പിന്നീട് അവരെ ദഹിപ്പിക്കും, ലോകത്തെയും ദഹിപ്പിക്കും. കാമം എന്നുള്ളതൊരു അഗ്നിയാണ്. അത് പിന്നീട് എപ്പോഴെങ്കിലും ജ്വലിച്ചു വരും. അപ്പം അതുകൊണ്ട് മൂഢജനങ്ങൾ എന്നെ അനുകരിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം ഇതാണ് ഇവിടെ സമാപ്ത സർവാർത്ഥം അമോഘവാഞ്ചിതം. ഭഗവാനെ കുറിച്ച് പറയുന്നു അമോഘവാഞ്ചിതം. വാഞ്ചിതം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചത്, വാഞ്ചിക്കപ്പെട്ടത്. ഭഗവാൻ വാഞ്ചിച്ചാലോ അത് മോഘമാവുകയില്ല, വ്യർത്ഥമാവുകയില്ല. നമ്മുടെയൊക്കെ പല വാഞ്ചകളും മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നങ്ങളാണ്, അല്ലേ? നടക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ഭഗവാന്റെ വാഞ്ചിതങ്ങളൊന്നും മോഘമാവില്ല. അമോഘവാഞ്ചിതം, വ്യർത്ഥമാവാത്ത, നിഷ്ഫലമാവാത്ത സങ്കല്പങ്ങളോടുകൂടിയവൻ, സത്യസങ്കല്പൻ എന്നർത്ഥം. ഭഗവാൻ സത്യസങ്കല്പനായിട്ടാണ് ഈ പ്രപഞ്ചത്തെ ഭഗവാൻ സൃഷ്ടിച്ചത്. ഏകോഹം ബഹുസ്യാം, ഏകനായ ഞാൻ പലതായി തീരട്ടെ എന്ന് സങ്കല്പിച്ചു. അത് വെറുതെ ആവില്ല, അത് നിലനിൽക്കും ഭഗവാന്റെ ഇച്ഛ കൊണ്ട്. അപ്പോൾ സത്യസങ്കല്പൻ എന്നർത്ഥമാണ് അമോഘവാഞ്ചിതം. പിന്നെ സ്വതേജസാ നിത്യനിവൃത്തമായ ഗുണപ്രവാഹം. സ്വതേജസ, തൻ്റെ ആ ശക്തി കൊണ്ട്, തൻ്റെ ജ്ഞാനശക്തി കൊണ്ട്, തൻ്റെ ആ
ശുദ്ധമായിട്ടുള്ള ബോധം എപ്പോഴും ഉള്ളതുകൊണ്ട് മായയുടെ യാതൊരു തരത്തിലുള്ള ആവരണവും ബാധിക്കാത്തവനാണ്. അതാണ് നിത്യനിവൃത്ത മായാഗുണപ്രവാഹം, എപ്പോഴും നിവർത്തിച്ചിരിക്കുന്ന മായാഗുണപ്രവാഹത്തോടു കൂടിയവൻ. മായാഗുണപ്രവാഹം ആരിലില്ല? ഭഗവാനിൽ ഇല്ല. കാരണം മായയ്ക്ക് ഉത്ഭവിക്കാനുള്ള സാധ്യത പോലും ഇല്ല. എന്തുകൊണ്ട്? നല്ല പ്രകാശമുള്ളത് കൊണ്ട്, ജ്ഞാനപ്രകാശം എപ്പോഴും ഉള്ളതുകൊണ്ട്. സ്വതേജസ, നിങ്ങൾ പട്ടാപ്പകൽ നല്ല വെളിച്ചത്തിൽ ഒരു കയറിനെ അടുത്ത് കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ ലോകം മുഴുവൻ നിങ്ങളോട് വിളിച്ചു പറയണത് പാമ്പാണ് 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 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പാമ്പായി തോന്നുമോ? ധൈര്യമില്ലാത്തവർക്ക് ചിലപ്പോൾ തോന്നും, മന്ദബുദ്ധികൾക്കൊക്കെ, അല്ലേ? ഇനിയിപ്പോൾ അങ്ങനെ ആവൂ? എല്ലാവരും പറയണത് പാമ്പാണെന്ന് പാമ്പാണെന്ന്. അപ്പോൾ കയറിനെക്കുറിച്ചും പാമ്പിനെക്കുറിച്ചും വേണ്ട പോലെ ബുദ്ധിയില്ലാത്തവനും മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് തൻ്റെ ബുദ്ധി ഇളകിക്കൊണ്ടിരിക്കുന്നവനുമായിട്ടുള്ള മൂഢന്മാർക്ക് എന്ത് കണ്ടാൽ പകൽ വെളിച്ചത്തിൽ പോലും പാമ്പിനെ വേണമെങ്കിൽ കയറിനെ പാമ്പാക്കും, അല്ലേ? ആടിനെ പട്ടിയാക്കുന്ന രാഷ്ട്രീയക്കാരുള്ള നാടാണ് ഇവിടെ. നമ്മുടെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ബുദ്ധിജീവികളെന്ന് പറയുന്ന ആൾക്കാരും ഒക്കെ കൂടിയിട്ട് എന്തെല്ലാം നുണകളാണ് ഓരോ ദിവസവും പടച്ചു വിടുന്നത്. അതിനെയൊക്കെ വിശ്വസിക്കുന്ന മൂഢജനങ്ങൾ ധാരാളം ഉണ്ടല്ലോ. ചിന്തിക്കാൻ ഒരു കഴിവുമില്ലാത്ത മന്ദബുദ്ധികൾ. അവരെ സംബന്ധിച്ച് ഈ മായയൊക്കെ പ്രവർത്തിക്കും. എന്നാൽ ഭഗവാനെ സംബന്ധിച്ച് മായ പ്രവർത്തിക്കാനുള്ള ഒരു ചാൻസും ഇല്ല. കാരണം ഭഗവാന്റെ ആ ജ്ഞാനപ്രകാശത്തിൽ, ഭഗവാന്റെ ബോധത്തിൽ, ഭഗവാന്റെ ആ നിശ്ചയത്തിൻ്റെ മുമ്പിൽ ആർക്കും ഭഗവാനെ ഒരു തരത്തിലും തെറ്റിദ്ധരിപ്പിക്കാനോ ഭ്രമിപ്പിക്കാനോ സാധ്യമല്ല. മായയുടെ ലവലേശം പോലും ഭഗവാനെ ബാധിക്കുകയില്ല എന്നർത്ഥം. സ്വതേജസാ നിത്യനിവൃത്ത മായാഗുണപ്രവാഹം. മായാഗുണപ്രവാഹം എന്ന് പറഞ്ഞാൽ സംസാരം എന്നർത്ഥമാണ്. മായാഗുണത്തിന്റെ പ്രവാഹമാണ് സംസാരം നമ്മളൊക്കെ അനുഭവിക്കുന്നത്. ഭഗവാനോ നിവൃത്തനാണ് ഇതിൽ നിന്ന്, മായാഗുണപ്രവാഹത്തിൽ നിന്ന്, അഥവാ സംസാരത്തിൽ നിന്ന്. ടെമ്പററി നിവൃത്തനാണോ? അല്ല, പെർമനന്റ്ലി നിവൃത്തനാണ്. അതാണ് നിത്യ എന്നും കൂടി പ്രയോഗിച്ചത്. പെർമനന്റ്ലി ആ സംസാര പ്രവാഹത്തിൽ നിന്ന് നിവൃത്തനാണ്, എപ്പോഴും അതിനതീതനായിരിക്കുന്നവനാണ്. സ്വതേജസ്സുകൊണ്ട്, സ്വപ്രഭാവം കൊണ്ട്, സ്വജ്ഞാനശക്തി കൊണ്ട്. സ്വതേജസാ നിത്യനിവൃത്തമായ ഗുണപ്രവാഹം ഭഗവന്തം ഈമഹി. ആ ഐശ്വര്യ പരിപൂർണനായ ഭഗവാനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ഐ സറണ്ടർ അൺടു thee. നാരദൻ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുകയാണ് ഭഗവാന്റെ പാദങ്ങളിൽ. വിശുദ്ധ വിജ്ഞാനഘനം സ്വസംസ്ഥയ സമാപ്ത സർവാർത്ഥമമോഘവാഞ്ചിതം സ്വതേജസാ നിത്യനിവൃത്തമായ ഗുണപ്രവാഹം ഭഗവന്തമീമഹി. ത്വാമീശ്വരം സ്വാശ്രയമാത്മമായയാ വിനിർമ്മിതാശേഷവിശേഷകൽപ്പനം ക്രീഡാർത്ഥമധ്യാത്മനുഷ്യവിഗ്രഹം നതോസ്മി ദുര്യം യദുവൃഷ്ണിസത്വതാം. ത്വാമീശ്വരം സ്വാശ്രയമാത്മമായയാ വിനിർമ്മിതാശേഷവിശേഷകൽപ്പനം ക്രീഡാർത്ഥമധ്യാത്മനുഷ്യവിഗ്രഹം നതോസ്മി ദുര്യം യദുവൃഷ്ണിസത്വതാം. ത്വാം ഈശ്വരം സ്വാശ്രയം ആത്മമായ വിനിർമ്മിത അശേഷ വിശേഷകൽപ്പനം ക്രീഡാർത്ഥം അദ്യ ആത്മനുഷ്യ വിഗ്രഹം നതോസ്മി ദുര്യം യദുവൃഷ്ണി സാത്വതാം. അപ്പോ നതോസ്മി എന്നാണ് ഇവിടുത്തെ വിഷയം. അഹം നതഃ അസ്മി, ഞാൻ നമിച്ചവനാകുന്നു, ഞാനിതാ നമസ്കരിക്കുന്നു എന്നർത്ഥം. ആരെ നമസ്കരിക്കുന്നു? യദുവൃഷ്ണി സാത്വതാം ദുര്യം. യദുവൃഷ്ണി സാത്വതന്മാര്, യാദവന്മാര്, വൃഷ്ണികള്, സാത്വതന്മാര് എന്നുള്ള ഈ വംശത്തിലെ ദുര്യം. ദുര്യം എന്ന് പറഞ്ഞാലോ ഋഷഭം, അല്ലേ? ഇതിന്റെയൊക്കെ ഭാരം വഹിക്കുന്നവൻ എന്നർത്ഥം. അപ്പൊ ഈ വംശത്തെ മുഴുവൻ രക്ഷിക്കുന്നവൻ,
ഭാരവാഹി എന്ന് പറഞ്ഞാൽ അതിനൊക്കെ രക്ഷിക്കുന്നവൻ എന്നർത്ഥം. അപ്പോൾ യദുവൃഷ്ണി സാത്വതാം ദുര്യം, ഈ യാദവ വംശത്തിന്റെ മുഴുവൻ രക്ഷകനായിരിക്കുന്ന അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പോൾ അത് പ്രത്യേകം പ്രയോഗിക്കാൻ എന്തായിരിക്കും കാരണം? ഇപ്പോ ഗോകുലത്തിലാണ് ഇരിക്കുന്നത്, ഗോകുലത്തിൽ യാദവന്മാരാരുമില്ല. അപ്പോൾ ഇങ്ങനെ ഇവിടെ തന്നെ ഈ ഗോകുലത്തിൽ ഇരുന്നാൽ മതിയോ? അങ്ങ് രക്ഷിക്കേണ്ടത് ആരെയാണ്? യാദവ വംശത്തെയാണ്. അപ്പോൾ യദു വൃഷ്ണി സാത്വതാം ദുര്യം, അവരുടെ ഉത്തരവാദിത്വം നോക്കാറായി. എന്താ ഇങ്ങനെ ഒളിച്ചു കളിക്കണത്? സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കൂ എന്ന മട്ടില് ഭഗവാനെ എടുത്തു പറയണം. യദുവൃഷ്ണി സാത്വതാം ദുര്യം നതഃ അസ്മി. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് അങ്ങ് ഈ വേഷം കെട്ടിയിരിക്കുന്നതും. എന്തിനാ ഈ വേഷം കെട്ടിയിരിക്കുന്നത്? അങ്ങ് ഈശ്വരനാണ്, എല്ലാറ്റിന്റെയും നാഥനാണ്. ത്വാം ഈശ്വരം, ഈശ്വരനായിട്ടുള്ള നാഥനായ അങ്ങയെ സ്വാശ്രയം, അങ്ങ് സ്വാശ്രയനാണ്, സ്വതന്ത്രനാണ്. അങ്ങ് വേറൊരാളെ ആശ്രയിക്കാത്തവനാണ്, മറ്റൊന്നിനും ഒരാളെയും ആശ്രയിക്കേണ്ട ഗതികേടില്ലാത്തവനാണ് സ്വതന്ത്രനായിട്ടുള്ള ഭഗവാൻ. താൻ തന്നെയാണ് തനിക്ക് ആശ്രയം. ആത്മമായ വിനിർമ്മിത അശേഷ വിശേഷ കൽപ്പന, തന്റെ മായ കൊണ്ടാണ് വിശേഷേണ നിർമ്മിച്ചിരിക്കുന്നത്. എന്തിനെ? സമസ്ത വിശേഷ കൽപ്പനകൾ, ഭേദഭാവങ്ങൾ, നാനാ നാമരൂപങ്ങൾ, ഈ പ്രപഞ്ചം എന്നർത്ഥം. ഈ എന്താ പറയുക, നാനാത്വ പ്രപഞ്ചം മുഴുവൻ അങ്ങയുടെ മായ കൊണ്ട് അങ്ങ് സൃഷ്ടിച്ചതാണ്. അപ്പൊ ഈ പ്രപഞ്ചം ആരെ ആശ്രയിച്ചിരിക്കുന്നു? അങ്ങയെ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങോ ആരെങ്കിലും ആശ്രയിച്ചിരിപ്പുണ്ടോ? ഇല്ല, സ്വാശ്രയ. അപ്പൊ ഈ ലോകത്തിന് മുഴുവൻ ആശ്രയഭൂതനും സ്വയം സ്വതന്ത്രനുമായിരിക്കുന്ന അദ്യ ക്രീഡാർത്ഥം ആത്മമനുഷ്യ വിഗ്രഹം, അദ്യ ഇപ്പോൾ ഈ യുഗത്തിൽ ക്രീഡാർത്ഥം അങ്ങേക്ക് കളിക്കാനായി ലീല ചെയ്യാനായിക്കൊണ്ട് ആത്മമനുഷ്യ വിഗ്രഹം, ആത്തം എന്ന് പറഞ്ഞാൽ പ്രാപ്തം, സ്വീകൃതം, സ്വീകരിക്കപ്പെട്ടതായ എന്ത് മനുഷ്യ വിഗ്രഹം, മനുഷ്യ ശരീരം സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഒരു കളി കളിക്കാനായിക്കൊണ്ട് അങ്ങ് ശ്രീകൃഷ്ണ വിഗ്രഹം സ്വീകരിച്ചിരിക്കുന്നു, ശ്രീകൃഷ്ണ രൂപം സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അങ്ങ് ആരാണ്? യദുവൃഷ്ണി സാത്വതാം ദുര്യം, യാദവന്മാർക്കും വൃഷ്ണികൾക്കും സാത്വതന്മാർക്കും ദുര്യനാണ്, ശ്രേഷ്ഠനാണ്, അവരുടെ ഭാരവാഹിയാണ്. അങ്ങനെയുള്ള ത്വാം നതഃ അസ്മി, അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു, ഞാനിതാ സറണ്ടർ ചെയ്യുന്നു. അപ്പൊ ഭഗവാന്റെ എല്ലാ മഹിമയും വർണ്ണിച്ചുകൊണ്ട് ഇനി ഭഗവാൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ ഓർമ്മിപ്പിക്കും പോലെ ഭാവിയെക്കുറിച്ച് പ്രവചിച്ച് ഇനി ഇവിടെ തുടരേണ്ട ആവശ്യമില്ല എന്ന് ഒരു സംശയവും വേണ്ട ആർക്ക്? കൃഷ്ണന്. സംശയമേ വേണ്ട. നാളെ അക്രൂരൻ വരും, കൂടെ പൊക്കോളൂ എന്നാണ് അർത്ഥം. നാളെ അക്രൂരന്റെ കൂടെ പോയാൽ മറ്റന്നാൾ കംസനെയൊക്കെ വധിക്കാം. അത് കഴിഞ്ഞ് അങ്ങയുടെ അവതാര ദൗത്യം, ഭൂമിയുടെ എന്താ പറയുക, ക്ഷയം, അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യാം. അപ്പൊ ഇവിടെ തന്നെ ഇരുന്നാൽ അത് നടക്കില്ല. അതുകൊണ്ട് റെഡിയായിരുന്നോളൂ എന്ന് സൂചനയാണ്. ഇവിടെ അക്രൂരൻ വരും എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും ഭഗവാന് എല്ലാം അറിയാം. പറയേണ്ടതൊക്കെ നാരദൻ പറഞ്ഞു. അപ്പൊ ഇനി വ്യോമാസുരവധം എന്നുള്ളതാണ് അടുത്ത 10 ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നത്. അത് നമുക്ക് വൈകുന്നേരം കാണാം. 6:45 നമുക്ക് കാണാം. ഇപ്പൊ സമയം അതിക്രമിച്ചു. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നമുക്ക് വൈകുന്നേരം വ്യോമാസുരവധം കഴിഞ്ഞ് ഒരു 4 ദിവസത്തെ ബ്രേക്ക്, അത് കഴിഞ്ഞ് ഭഗവാനെ വൃന്ദാവനത്തിൽ നിന്ന് പിരിക്കാം അല്ലേ? മധുരാപുരിയിലേക്ക് ഭഗവാനെ കൊണ്ടുപോകണ്ടേ? അറിയോ? നാരായണ. എല്ലാവർക്കും ശുഭദിനം.